ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവം നമുക്ക് നൽകി തരാനായിട്ട് ആഗ്രഹിക്കുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങളെ പല സമയത്തും തടയുന്നത് നാം നിസ്സാരമെന്ന് കണക്കാക്കുന്ന ചില കാര്യങ്ങളായിരിക്കാം. ശാഠ്യവും കലഹവും ഈർഷ്യയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് ദൈവപ്രവൃത്തിയെ തടയുന്നതെന്നും പിശാചിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടിയുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നതെന്നും ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള ഈർഷ്യയും ശാഠ്യവും, 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കലഹവും ശണ്ഠയും, ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ദൈവപ്രവൃത്തിയെ തടയുന്നത്, ദുഷ്പ്രവൃത്തികൾക്ക് കാരണമാകുന്നത്, ചില സമയങ്ങളിൽ നമ്മൾ പോലും അറിയാതെ ദൈവസാന്നിധ്യം നമ്മിൽ നിന്ന് മാറിപ്പോകുന്നത് എങ്ങനെയാണ്, ഈ കാര്യങ്ങൾ ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. മിക്ക സമയങ്ങളിലും ഈ ശാഠ്യം, അതുപോലെ തന്നെ ശണ്ഠ, കലഹം, ഇതിനെയൊക്കെ നമ്മൾ സാധാരണമായ ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളനുസരിച്ച് ഇതൊക്കെ സാധാരണമാണ്, എല്ലായിടത്തും ഉണ്ടല്ലോ, ഈ സ്വഭാവമൊന്നും ഇല്ലാത്തവരാരാണ്, ഏറിയും കുറഞ്ഞു ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ, ഇതൊന്നും കുഴപ്പമില്ല എന്നൊക്കെ നമ്മൾ ഇതിനെ സാധാരണമായി കണക്കാക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, ദൈവം സമാധാനത്തിൻ്റെ ദൈവമാണ്. ഞാൻ ഈ കോപത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു 3-4 മെസ്സേജുകൾ നമ്മുടെ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായി തീർന്നിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ഒന്ന് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നാണ്. മനുഷ്യൻ്റെ കോപം ദൈവത്തിൻ്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല. മോശയ്ക്ക് വാഗ്ദത്ത നാട്ടിൽ പ്രവേശിക്കാൻ കഴിയാതെ പോയത് എന്തുകൊണ്ടാണെന്ന് ഒരിക്കൽ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് കയ്പ്, ശണ്ഠ, 2 കലഹം, ശാഠ്യം, ഈ കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ എങ്ങനെയാണ് ദൈവപ്രവൃത്തിയെ തടയുന്നത്? നമ്മൾ നിശ്ചയമായിട്ടും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ഗൗരവമായി നമ്മളത് തിരിച്ചറിഞ്ഞ് അത് വിട്ട് ഓടേണ്ടത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ 2 തരത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭൗമികമായ ജ്ഞാനവും സ്വർഗീയമായ ജ്ഞാനവും. ഈ 2 തരത്തിലുള്ള ജ്ഞാനങ്ങൾക്കും വ്യക്തമായ അടയാളങ്ങൾ ഉണ്ട്. അതായത് ഒരാൾ സ്വർഗീയമായ അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാളുടെ നല്ല നടപ്പിലൂടെ ദൈവികമായ സൗമ്യത വെളിപ്പെട്ടു വരണം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. ഈ ശാഠ്യവും കലഹവും ശണ്ഠയും അതുപോലെ തന്നെയുള്ള ഈർഷ്യയും ഒക്കെ എങ്ങനെയാണ് ദൈവപ്രവൃത്തിയെ തടയുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് ഈ യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: ഈർഷ്യവും ശാഠ്യവും ഉള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട്. അപ്പം വിട്ടുമാറാത്ത കലക്കങ്ങൾ, കലഹങ്ങൾ, സകല തരത്തിലുള്ള ദുഷ്പ്രവൃത്തികൾ. അപ്പം ഈ ശാഠ്യവും ഈ കലഹവും അല്ലെങ്കിൽ ഈ ഈർഷ്യയും എല്ലാം കലക്കത്തിലേക്ക് നയിക്കുന്നു, കലഹത്തിലേക്ക് നയിക്കുന്നു, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയുന്നു, ദൈവപ്രവൃത്തികളെ പൂർണ്ണമായും തടയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലേ പറഞ്ഞിട്ടുണ്ട്, ഈ കോപം, അതുപോലെ തന്നെ ഈ പാപപ്രകൃതങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ദൈവ പ്രവൃത്തിക്ക് തടസ്സമായി തീരുന്നു എന്നുള്ളത് ആണ്. ഈ എഫേസ്യ ലേഖനത്തിൽ പോലും പറയുന്നത് കോപിക്കാം, പക്ഷെ കോപിച്ചാൽ പാപം ചെയ്യരുത്, സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങളുടെ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. അപ്പം ശരിക്കും ഈ കോപമെന്ന് പറയുന്നത് നല്ലൊരു വികാരമാണ്. ഇപ്പം നമ്മളെ കുഞ്ഞുങ്ങളുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് നമ്മുടെ അമർഷം വെളിപ്പെടുത്തുവാൻ, ഒരു കാര്യം നമുക്കിഷ്ടമല്ല എന്ന് കാണിക്കാൻ ഉള്ള ഒരു നല്ലൊരു വികാരമാണ്. പക്ഷേ ഇതിനെ നമ്മൾ ഒരു ശരിയായ നിലയിൽ നമ്മളതിനെ കൊണ്ടുപോകുന്നില്ലെങ്കിൽ, അത് നമ്മൾ തുടരുന്നെങ്കിൽ
പിണക്കങ്ങൾ നമ്മൾ തുടർന്നു പോയാൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഈർഷ്യയും കയ്പും വെച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോയാൽ അവിടെ ഉണ്ടാകുന്നത് ദൈവകൃപയുടെ ആ ഒരു വർധനവിനെ അത് തടയുകയും നമ്മുടെ ആത്മീക വളർച്ചകളെ അത് തടയുകയും ചെയ്യും. ഞാനിതിനു മുമ്പ് പല സമയങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദൈവപ്രവർത്തികൾ തടസ്സപ്പെടുന്ന ഭവനങ്ങൾ, ശാപങ്ങളുള്ള ഭവനങ്ങൾ. വേദപുസ്തകം ശാപം ഉണ്ടെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. അപ്പം ഈ ശാപങ്ങൾ ഒക്കെയുള്ള കുടുംബങ്ങളുടെ ലക്ഷണമെന്ന് പറയുന്നത് തുടർച്ചയായ കലഹങ്ങളാണ്. അപ്പം ഈ പല സമയങ്ങളിലും ഈ കലഹത്തിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് നടക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ യഥാർത്ഥമായ കാരണമെന്ന് പറയുന്നത് ഉള്ളിൽ മാനസാന്തരമില്ലാത്തതാണ്, അകത്ത് ദൈവികതയില്ലാത്തതാണ്. അതായത് യഥാർത്ഥമായി ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് ദൈവകൃപയിൽ ആകാത്തതുകൊണ്ട് ആ വ്യക്തിയുടെ സ്വഭാവത്തിന് രൂപീകരണം അല്ലെങ്കിൽ രൂപാന്തരം ഉണ്ടാകുന്നില്ല. പിശാചിന് നിഷ്പ്രയാസം ഈ വ്യക്തികളെ ഉപയോഗിക്കുവാനും അവരെ കയ്യിലെടുക്കുവാനുമായിട്ടും കഴിയുന്നു എന്നുള്ള ആത്മീകമായ രഹസ്യങ്ങളും നമ്മൾ ഈ പറയുന്നതിനോടുകൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലഹമുണ്ട്, സകല ദുഷ്പ്രവർത്തികളുമുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ 15-ാമത്തെ വാക്യത്തിലാണ്. ഇത് ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികമാണ്. മനസ്സിലായോ? ഈർഷ്യ, അതുപോലെ തന്നെ ശാഠ്യം, ഇത് ഭൗമികമാണ്, പ്രാകൃതമാണ്, പൈശാചികമാണ്. അതായത് നമ്മൾ ഇതിനെ ദൈവികമാണെന്ന് നമ്മൾ വരുത്തി തീർക്കാൻ ശ്രമിച്ചാലും ഇതൊരിക്കലും ദൈവികമല്ല. ഉദാഹരണത്തിന്, സ്വർഗീയമായ അനുഭവത്തിൽ ഒരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്ന 8 അടയാളങ്ങളുണ്ട്. ഒരു വ്യക്തി യഥാർത്ഥ ആത്മീകനാണെന്നും ഒരു വ്യക്തി യഥാർത്ഥമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നവനാണെന്നും ഉയരത്തിലെ ജ്ഞാനമാണ് ആ വ്യക്തി പ്രാപിച്ചതെന്നും എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്? പാട്ട് കേട്ടോ, പ്രസംഗം കേട്ടോ, അല്ലെങ്കിൽ ആത്മീയമായ എന്തെങ്കിലും പ്രകടനങ്ങൾ കണ്ടിട്ടോ ഒന്നുമല്ല. ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ചീത്ത വിളിക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. ഒത്തിരി പ്രാർത്ഥിക്കും, അവർ ചീത്ത വിളിക്കും. എന്നാൽ പ്രാർത്ഥനയ്ക്ക് ഒരു കുറവുമില്ല. ബൈബിൾ തുടർച്ചയായിട്ടിരുന്ന് വായിക്കും, എന്നിട്ട് വേറെ ഓരോ പരിപാടികൾക്ക് പോകും. കുറേ ആൾക്കാർ എന്നോട് ഇങ്ങനെ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങൾ വിളിച്ച് ചോദിച്ചിട്ടുമുണ്ട്, ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന്. അതിൻ്റെ ഒരൊറ്റ കാര്യമെന്ന് പറയുന്നത് ഇത് ഹൃദയത്തിലുണ്ടാകുന്നില്ല. ഇതെല്ലാം വെറും പുറമേയുള്ള നാവുകളിൽ നിന്ന്, അല്ലെങ്കിൽ നാവിൽ നിന്ന് പുറമേയുള്ള എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളിൽ മാത്രമായിട്ട് ഇത് മാറുകയാണ്. അപ്പം ഇങ്ങനെയുള്ളിടത്താണ് കലഹമുള്ളത്, ശാഠ്യമുള്ളത്. ഇത് ശരിക്കും ഇതിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്ന് തന്നെയാണ്. കാരണം 14-ാമത്തെ വാക്യത്തിലാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ശാഠ്യവും ഈർഷ്യയും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കരുത്, ഭോഷ്ക് പറയരുത്. മനസ്സിലായോ? അപ്പം ഇത് ശരിക്കും ഹൃദയത്തിൽ നിന്നാണുള്ളത്. അപ്പം ഈ ഹൃദയത്തിലുള്ളത് പ്രവൃത്തികളിലൂടെ വെളിപ്പെട്ട് വരികയാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്താ? ഫലത്താൽ വൃക്ഷത്തെ തിരിച്ചറിയാമെന്നാണ് പറഞ്ഞത്. ഒരാളെ യഥാർത്ഥമായ ഒരു ആത്മീകനാണോ എന്ന് അറിയേണ്ടുന്നത് അയാളുടെ പ്രസംഗം കേട്ടോ, പ്രാർത്ഥനകൾ കേട്ടോ, പാട്ട് പാടുന്നത് കേട്ടോ അല്ല, അയാളുടെ പ്രവൃത്തി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വാസ്തവമായും ക്രിസ്തു ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടോ എന്നുള്ളത്. കുടുംബജീവിതത്തിൻ്റെ അകത്ത് അറിയാനായിട്ട് പറ്റും ഈ വ്യക്തി യഥാർത്ഥമായ ആത്മീയനാണോ എന്നുള്ളത്. അപ്പം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അതിൻ്റെ ലക്ഷണം, ഉയരത്തിൽ നിന്നുള്ള എന്താ പറയുന്നത്, ആ ദൈവകൃപ പ്രാപിച്ച വ്യക്തിയുടെ ലക്ഷണങ്ങൾ 8 ലക്ഷണങ്ങളാണ് പറയുന്നത്. എന്തൊക്കെയാണ് 8 ലക്ഷണങ്ങൾ? അതിൽ ഒന്നാമത്തേത് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 17-ാമത്തെ വാക്യത്തിലാണ്. 1 നിർമ്മലമാണ്. അതായത് നിർമ്മലമായ ഒരു ജീവിതം, വിശുദ്ധമായ ഒരു ജീവിതം. 2-ാമത്തേത് സമാധാനം ഉള്ളതാണ്. സമാധാനം. ഞാൻ യഥാർത്ഥമായ ഒരു കാര്യം പറയാം. ഒരു വ്യക്തിയിൽ യഥാർത്ഥ ദൈവകൃപയുണ്ടെങ്കിൽ ആ വ്യക്തി ശാന്തനായിരിക്കും, സൗമ്യനായിരിക്കും, സമാധാനം ഉണ്ടാക്കുന്നവനായിരിക്കും, വഴക്കുണ്ടാകാൻ ആഗ്രഹിക്കത്തില്ല, വഴക്കുണ്ടാക്കത്തില്ല, വഴക്കുണ്ടാകുന്നിടത്തുനിന്ന് ഓടിമാറും, സമാധാനം എപ്പോഴും ആഗ്രഹിക്കുന്നവരാകും. പ്രശ്നക്കാരായിരിക്കത്തില്ല, അതായത് പ്രശ്നം ഉണ്ടാക്കുന്നവരായിരിക്കത്തില്ല. പ്രശ്നമുണ്ടാക്കാതെ
അവർ ഒഴിഞ്ഞു മാറും. പ്രശ്നം ഉള്ളിടത്തോട്ട് അവർ നിൽക്കത്തുമില്ല. ഈ എരികേറ്റുന്ന സ്വഭാവം അവർക്കൊരിക്കലും ഉണ്ടാകത്തില്ല. ഈ ഒരൊറ്റ കാര്യത്തിൽ അവരെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതിൻ്റെ മറ്റൊരു തെളിവാണ് 13-ാമത്തെ വാക്യം. നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവൻ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. കണ്ടോ? അപ്പം ഉയരത്തിലെ ജ്ഞാനം, യഥാർത്ഥമായ ദൈവകൃപ ഒരാളുടെ അകത്തുണ്ടെങ്കിൽ ആ വ്യക്തി സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തിയെ കാണിക്കും. അപ്പോൾ ഒരു ദൈവപൈതലിൻ്റെ നടപ്പ്, ഈ ശരിക്കും പറഞ്ഞാൽ ഈ യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്ന പുസ്തകം തന്നെ പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫാണ്, പ്രായോഗിക ക്രിസ്തീയ ജീവിതം. ഈ യാക്കോബ് പറഞ്ഞ് തെളിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിശ്വാസം പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് വരണം. അതിന് അദ്ദേഹം ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അബ്രഹാം പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെട്ടത്. സഹോദരന്മാരിൽ ഒരുത്തന് എന്താ പറയുന്നത്, നഗ്നനാണെങ്കിൽ, അഹോവൃത്തിക്ക് വകയില്ലാത്തൊരുത്തനാണെങ്കിൽ നിങ്ങൾ പോയി സമാധാനത്തോടെ തീ കായണോ എന്നല്ല പറയേണ്ടത്, അവന് വേണ്ടത് ചെയ്തു കൊടുക്കണം. അപ്പോൾ ശരിക്കും ഇന്നത്തെ കാലത്ത് നമുക്ക് ഏറ്റവും അനിവാര്യമായൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആത്മീയ ജീവിതം പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ട് വരണം എന്നുള്ളതാണ്. മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തണം എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞതുപോലെ. അപ്പം സമാധാനം ഉള്ളതാണ്. അടുത്തത് ശാന്തത ഉള്ളതാണ്. ഈ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവങ്ങൾ, ക്ഷിപ്രകോപം, ഇല്ലേ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മൂശാട്ട സ്വഭാവം, എന്താ പറയുന്നത്, ഇത്തരത്തിലുള്ളയൊക്കെ സ്വഭാവങ്ങൾ ഒരാത്മീകൻ്റെ സ്വഭാവമല്ല. അങ്ങനെയൊക്കെയുള്ള ഈ സ്വഭാവം നമ്മളിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മളൊന്ന് ഏൽപ്പിച്ചു കൊടുക്കണം. ഞാൻ ഇതിനു മുമ്പുള്ള ഈ ഒരു കുറച്ച് മെസ്സേജുകളിൽ 2016-17 ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഞാൻ അനുഭവിച്ച ഒരു ആത്മനിറവിൻ ജീവിതത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഈ നാളുകളിലൊക്കെ ഏറ്റവും അധികം ഞാൻ ചിന്തിക്കുകയും ഞാൻ മനസ്സിലാക്കുകയും ചെയ്യുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ദിനംതോറും പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിയന്ത്രിക്കപ്പെട്ടു പോകണം എന്നുള്ളതാണ്. യഥാർത്ഥമായ ദൈവിക സ്വഭാവം നമ്മുടെ പ്രവർത്തികളിലൂടെ വെളിപ്പെട്ട് വരണം. അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം നമ്മളുടെ പ്രവർത്തികളിൽ അതേ വെളിപ്പെട്ട് വരുവാനായിട്ട് ഇടയായിത്തീരണം. അടുത്തത് അനുസരണം ഉള്ളത് എന്നുള്ളതാണ്. 4-ാമത്തേത് അനുസരണമുള്ളതാണ്. യഥാർത്ഥമായ ആത്മീയൻ ദൈവത്തെ അനുസരിക്കുന്നവനായിരിക്കും. മറുതലിപ്പില്ല. ഈ അനുസരണത്തിന് വിരോധമാണല്ലോ ഈ ശാഠ്യം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അടുത്തത് 5, കരുണയുണ്ടാകും. 6, സൽഫലങ്ങൾ നിറഞ്ഞത് ആയിരിക്കും, ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് ആയിരിക്കും. 7, കപടം ഇല്ലാത്തത് ആണ്, കപടമില്ലാത്തത് ആയിരിക്കും. ഈ കപട ആത്മീയതയെക്കുറിച്ച് എനിക്ക് ഒന്ന് പറയണമെന്നൊരാഗ്രഹമുണ്ട്. ഹിപ്പോക്രസി. ഞാൻ ഒത്തിരി ചെറുപ്പക്കാരുമായിട്ടും ആത്മീയ കൂട്ടായ്മകളിൽ പോകുന്നവരുമായിട്ടും ഒക്കെ സംസാരിക്കുമ്പോൾ അവരേറ്റവും കൂടുതൽ പറയുന്നൊരു കാര്യമാണ് ഈ കപടയാത്മികത. എന്താണ് ഈ കപടയാത്മികത? കപടയാത്മികത എന്ന് പറയുന്നത് പ്രസംഗിക്കുന്നത് പ്രവൃത്തിയിലില്ല, പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പ്രവൃത്തിയിൽ പ്രാർത്ഥിക്കുന്നത് കാണുന്നില്ല. ഇതാണ് കപടത എന്ന് പറയുന്നത്. പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ കപടഭക്തിക്കാരെ എന്നാണ് ഈശോയെ കുറിച്ച് വിളിച്ചത്. അതായത് പുറമേ പലതും അവർ ചെയ്യുന്നുണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ, പക്ഷെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇതൊന്നും ഇല്ല. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ളത് കപടതയില്ലാത്തതാണ്. അടുത്തത് പക്ഷപാതം ഇല്ലാത്തതും ആണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഭൗമികമായ ജ്ഞാനവും സ്വർഗീയമായ ജ്ഞാനവും എന്ന് പറയുന്നത്. എന്നിട്ട് 4-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഭാഗത്ത് 1-2 കാര്യങ്ങൾ പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അവിടെ എഴുതിയിരിക്കുന്നത് കലഹവും ശണ്ടയും എവിടെ നിന്നാണ്? ഒരു ക്വസ്റ്റ്യനാണ് ശരിക്കും. ഈ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളിൽ കലഹവും ശണ്ടയും എവിടെ നിന്നാണ്? സത്യത്തിൽ യാക്കോബിൻ്റെ ലേഖനം ആർക്കാണ് എഴുതുന്നത്? യാക്കോബിൻ്റെ ലേഖനം ഈ ലോകമനുഷ്യൻ എഴുതുന്നതല്ല. ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും വന്ദനം. എന്നിട്ട് ഈ ലേഖനം എഴുതി തുടങ്ങുമ്പോൾ എൻ്റെ സഹോദരന്മാരെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ സഹോദരന്മാരുടെ ഇടയിൽ ശണ്ടയും കലഹവും എവിടെ നിന്നാണ് വന്നത്? ഈ കലഹം, വിട്ടുമാറാത്ത കലഹം. അപ്പോൾ ഇതുണ്ടല്ലോ, തീർച്ചയായിട്ടും ഇത് ഉണ്ട്. ഓക്കെ, അപ്പം ഈ ശണ്ടയും കലഹത്തിൻ്റെയും
കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നാണ്. ഈ സാധാരണ ആൾക്കാർ പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ വന്നാൽ ഇനിയും പാപം എന്താ പറയുന്നത്, നീ ചെയ്യുന്ന, ചിലർ പറയുന്നത് നീ ചെയ്യുന്ന ഒരു പാപവും ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നവരുണ്ട്. ചിലർ ഈ പാപത്തെക്കുറിച്ച് പറയാറേയില്ല. പക്ഷെ റോമാലേഖനം 6-ാം അധ്യായം നമ്മൾ സ്നാനവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം താഴോട്ട് വരുന്നത്, നിങ്ങളുടെ അവയവങ്ങളെ പാപത്തിന് അടിമകളായി സമർപ്പിക്കരുത്, പാപം നിങ്ങളുടെ അവയവങ്ങളിൽ വാഴാൻ നിങ്ങൾ സമ്മതിക്കരുത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം എന്താ? ശരിക്കും സ്നാനത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് തന്നെ പാപസംബന്ധമായി മരിച്ച് അല്ലെങ്കിൽ ക്രിസ്തുവിനോടുകൂടെ മരിച്ച് പുതുമനുഷ്യനെ ധരിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരിക എന്നുള്ളതാണ്. അതായത് ന്യൂ മാൻ ഇൻ ക്രൈസ്റ്റ്, ഇല്ലേ? ക്രിസ്തുവിലുള്ള ഒരു പുതിയ മനുഷ്യനാണ്. പക്ഷേ ഈ പുതിയ മനുഷ്യൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, പാപം അവയവങ്ങളിൽ വാഴാനായിട്ട് പാടില്ല, വാഴാൻ സമ്മതിക്കരുത്. പക്ഷെ പല സമയങ്ങളിലും ഈ ശണ്ഠയും കലഹത്തിൻ്റെയും പ്രധാന കാരണമെന്ന് പറയുന്നത് അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നാണ്, ഹൃദയത്തിൻ്റെ അകത്തെ മോഹങ്ങളിൽ നിന്നാണ്. ദൈവഹിതത്തിന് സമർപ്പിക്കാതെ, ദൈവേഷ്ടത്തിന് സമർപ്പിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കുന്നു, സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുന്നു. യഥാർത്ഥമായൊരു മാനസാന്തരവും അനുതാപവും ഹൃദയത്തിൻ്റെ അകത്തുണ്ടാകാതെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എന്താണ് കാര്യം? പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? ഇനിയും 4-ന്റെ 2-ാമത്തെ വാക്യം അതിൻ്റെ ഏറ്റവും ഒടുവിൽ പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്തിട്ട് ഒന്നും സാധിക്കുന്നില്ല, കലഹിക്കുകയും ശണ്ടയിടുകയും ചെയ്തിട്ട് യാചിക്കായകൊണ്ട് കിട്ടുന്നില്ല. യഥാർത്ഥമായ ഒരു ദൈവിക വിടുതലിന് വേണ്ടി നിങ്ങൾ യാചിക്കുന്നില്ല, ദൈവകൃപയ്ക്ക് വേണ്ടി നിങ്ങൾ യാചിക്കുന്നില്ല. ചില തിരിച്ചറിവാണ് നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ഞാൻ ഈ രക്ഷയുടെ അനുഭവം എങ്ങനെയാണ് സ്വയത്തമാക്കാനായിട്ട് കഴിയുന്നതെന്നുള്ളത് ചില നാളുകൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ആ ധൂർത്തപുത്രന് ഉണ്ടായ ആ 4 അനുഭവങ്ങളിൽ ഒന്നാമത്തേത് സെൽഫ് റിയലൈസേഷനാണ്. ഹി കെയിം ടു ഹിസ് സെൻസ്, താൻ തൻ്റെ സെൻസിലേക്ക് വന്നു. എന്നിട്ട് പറയുകയാണ്, എന്താ, ഞാൻ സ്വർഗത്തിന് വിരോധമായി പാപം ചെയ്തു, എൻ്റെ അപ്പൻ്റെ വീട്ടിലെ പണിക്കാർ പോലും എത്ര നന്നായിട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് വരികയാണ്. അപ്പം ശരിക്കും ഈ വിട്ടുമാറാത്ത കലഹങ്ങൾ, ശണ്ട, ഇത് നമ്മുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകളിൽ നിന്നുണ്ടാകുന്നതാണ്. ഹൃദയത്തിൻ്റെ അകത്ത് മോഹമുള്ളത് കൊണ്ടാണ്. യഥാർത്ഥമായ രൂപാന്തരവും മാനസാന്തരവും നമുക്കുണ്ടാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? ദൈവഹിതം നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നില്ല, പ്രാർത്ഥനകൾക്ക് മറുപടി ഉണ്ടാകുന്നില്ല, ദൈവേഷ്ടം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പല സമയങ്ങളിലും നമ്മൾ നമ്മുടെ മുൻവിധികളിൽ എന്താ പറയുന്നത്, നമ്മുടെ ഇഷ്ടം ദൈവത്തെ കൊണ്ട് സാധിപ്പിക്കാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുകയാണ്. പക്ഷേ അത് വലിയ പരാജയമാണ്, അതൊരിക്കലും നടക്കത്തില്ല. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറപ്പെടണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കും. നമ്മൾ ചിന്തിച്ച 4 കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഈർഷ്യ, ശാഠ്യം, ശണ്ട, കലഹം. ഈർഷ്യയും ശാഠ്യവും ഹൃദയത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ അവിടെ സകല ദുഷ്പ്രവർത്തികളുണ്ട്. അടുത്തത് കലക്കമുണ്ട്. ദൈവം അതൊരിക്കലും ആഗ്രഹിക്കുന്നില്ല, ദൈവപ്രസാദം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. 2, അവയവങ്ങളിൽ പോരാടുന്ന ശണ്ടയും അതുപോലെ തന്നെ കലഹവും. ഇതിൻ്റെ കാരണം മനസ്സിലാക്കുക. നമുക്ക് യഥാർത്ഥമായി നമ്മൾ ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ ഈ കാര്യങ്ങൾക്കകത്തൊക്കെ നമുക്ക് മാനസാന്തരവും രൂപാന്തരവും ഉണ്ടാകണം. കാരണം കലഹവും ശണ്ടയും ഒക്കെയുള്ള സ്വഭാവത്തിലാണ് നമ്മൾ തുടരുന്നു പോകുന്നതെങ്കിൽ ഒരിക്കലും നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റത്തില്ല, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടാൻ പറ്റത്തില്ല, ദൈവശബ്ദം കേൾക്കേണ്ടതുപോലെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല, ദൈവിക ഇടപെടലുകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വെറുതെ നമ്മുടെ കാലങ്ങളും സമയങ്ങളും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങൾ തിരിച്ചറിയുക, എന്താ പറയുന്നത്, തെറ്റിദ്ധാരണകളൊക്കെ മാറ്റുക, ഒരു സ്വയം തിരിച്ചറിവിലേക്ക് വരിക. ഒരു മാറ്റം അനിവാര്യമാണെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുക. പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.